കിഷ്ത്വാറിൽ തീവ്രവാദികളുടെ ഒളിത്താവളം തകർത്ത് സുരക്ഷാ സേന. ഇവരുടെ പക്കൽ നിന്നും മാരക ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെത്തി. ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ശത്രു പ്രദേശത്താകട്ടെ സുരക്ഷാ സേന തിരച്ചിൽ നടത്തുകയായിരുന്നു. ഈ ഓപ്പറേഷനിൽ വലിയ രീതിയിൽ വനത്തിനുള്ളിൽ നിന്നും ഒളിഞ്ഞിരിക്കുന്ന തീവ്രവാദി ഒളിത്താവളം കണ്ടെത്തുകയായിരുന്നു. സുരക്ഷാ സേനയുടെ ഏറ്റുമുട്ടലിൽ മുൻപ് കൊല്ലപ്പെട്ട ഒരു തീവ്രവാദി കമാൻഡറുടേതായിരുന്നു ഈ ഒളിത്താവളം. ഇവിടെ നിന്ന് വൻതോതിലുള്ള ആയുധങ്ങളും വെടിക്കോപ്പുകളും സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഓപ്പറേഷനിൽ പ്രദേശത്ത് ഒരു വലിയ ഗൂഢാലോചന പരാജയപ്പെടുത്താൻ കഴിഞ്ഞതായി തന്നെ സൈന്യം അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. തിരച്ചിലിനിടെ തന്നെ കണ്ടെടുത്ത ആയുധങ്ങളിൽ മഗാസിൽ ഉള്ള ഒരു കാർബൈൻ തോക്ക്, അതേപോലെ മറ്റുള്ള പിസ്റ്റലുകൾ, 51 മില്ലിമീറ്റർ റോക്കറ്റുകൾ, 4 ഡിറ്റണേറ്ററുകൾ ഉൾപ്പെട്ട ഒരു വലിയ രീതിയിലുള്ള ആയുധങ്ങളാണ് ഇവരുടെ പക്കൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. ഒരു വലിയ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാകാം ഈ ആയുധങ്ങൾ ഇവിടെ ഒളിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് സുരക്ഷാ സേന കരുതുന്നത്. അതേസമയം തന്നെ പ്രദേശത്ത് നിലവിൽ ഒരു തിരച്ചിൽ പ്രവർത്തനം പുരോഗമിക്കുകയാണ്. കൂടാതെ തന്നെ മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള തീവ്രവാദ ശൃംഖലകളോ താവളങ്ങളോ കണ്ടെത്തുന്നതിനായി തന്നെ സുരക്ഷാ സേന ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ വിപുലമായ തിരച്ചിൽ നടത്തുന്നുണ്ട്. സമയബന്ധിതമായി തന്നെ ഒരു തീവ്രവാദി ഭീഷണി ഇല്ലാതാക്കാൻ തന്നെ അത് കഴിഞ്ഞാൽ സുരക്ഷാ ഏജൻസികൾക്ക് ഈ നടപടി ഒരു വലിയ വിജയമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. സുരക്ഷാ സേനയുടെ ഈ ഓപ്പറേഷനടുത്ത് തന്നെ അതിനെ തുടർന്നുകൊണ്ട് മേഖലയിൽ ഉടനീളം സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. സെൻസിറ്റീവ് സ്ഥലങ്ങളിൽ സുരക്ഷാ സേന കൂടുതൽ സൈനികരെ വിന്യസിപ്പിക്കുകയും പ്രാദേശിക ഭരണകൂടവും അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത്. സംശയാസ്പദമായ ഏതെങ്കിലും തരത്തിൽ പ്രവർത്തനങ്ങൾ യഥാസമയം സംഭവിക്കുന്നത് തടയാൻ രഹസ്യാന്വേഷണ ഏജൻസികൾ എല്ലാ പ്രവർത്തനങ്ങളും നിരീക്ഷിക്കുന്നുണ്ട്. ജമ്മു കാശ്മീരിലെ കിഷ്ത്വാറിലെ വനങ്ങളിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. താഴ്വരയെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അവരെ മോചിപ്പിക്കാനുള്ള പ്രചരണത്തിന്റെ ഭാഗമായിട്ട് രാവിലെ മുതൽ സൈന്യം ഓപ്പറേഷൻ ആരംഭിക്കുകയാണ് ചെയ്തത്. ഇതിൽ സുരക്ഷാ സേന 2 ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ വധിച്ചു എന്ന റിപ്പോർട്ടുകൾ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റതായും നാലാമനെ സൈനികർ വളഞ്ഞതായും തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ ഈ ഏറ്റുമുട്ടലിന്റെ ചർച്ചകൾക്കിടയിൽ മറ്റൊരു പേര് ഉയർന്നു വന്നിട്ടുണ്ട് എന്നും സൈന്യത്തിന്റെ K9 യൂണിറ്റിലെ പരിശീലനം ലഭിച്ച നായയായ ടൈസൺ ആകട്ടെ തന്റെ ധൈര്യം കൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തു. ഏറ്റുമുട്ടലിൽ തീവ്രവാദികൾക്കായുള്ള തിരച്ചിലിന് നേതൃത്വം നൽകിയത് ടൈസന്റെ നിർണായക പങ്കാണ് എന്നതും ഇവിടെ എടുത്തു പറയേണ്ടതാണ്. ജെയ്ഷെ ഭീകരൻ ആദിലിനെ കണ്ടെത്താൻ ടൈസൺ സുരക്ഷാ സേനയെ സഹായിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. അവിടെ വെടിയേറ്റിട്ട് പോലും നായ തളരാതെ തന്നെ സൈനികരെ തീവ്രവാദികളുടെ ഒളിത്താവളത്തിലേക്ക് നയിച്ചു എന്നതാണ് ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട ശ്രദ്ധേയമായ കാര്യം. ഇതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ ഒളിത്താവളത്തിൽ നിന്നും സ്ഫോടക വസ്തുക്കളടക്കം ഇത് കണ്ടെത്തിയിരിക്കുന്നതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.